ഇന്നൊരു നാടോടിക്കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. കുരങ്ങിൻ്റെ പാട്ട്. പണ്ട് ഒരു കാട്ടിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ കുറേ കുരങ്ങന്മാർ താമസിച്ചിരുന്നു. അതിൽ വികൃതിയായൊരു കുരങ്ങുണ്ടായിരുന്നേ. കുരങ്ങ് എപ്പോഴും ചാടി മറിഞ്ഞ് കളിക്കും. ഒരു ദിവസം ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ചാടുന്ന സമയത്ത് അറിയാതെ കൈ തെറ്റി താഴെ വീണു. താഴെ വീണത് ഒരു കല്ലിൻ്റെ മേലേക്കായിരുന്നേ. അപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? കുരങ്ങിൻ്റെ വാലിന് നല്ലോണം മുറിവ് പറ്റി. അങ്ങനെ കുരങ്ങ് അടുത്തുള്ള വൈദ്യൻ്റെ അടുത്ത് ചെന്നു. ഇപ്പോഴാണല്ലോ ഡോക്ടർമാരൊക്കെ ഉള്ളേ, പണ്ട് വൈദ്യനായിരുന്നു. അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യൻ നല്ലോണം നോക്കിയിട്ട് പറഞ്ഞു, ഇതിനിപ്പോൾ മരുന്നൊന്നുമില്ല, ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ വാല് മുറിച്ചു മാറ്റണം എന്ന്. അപ്പോൾ കുരങ്ങൻ ആലോചിച്ചു, എന്താ ഇപ്പം ചെയ്യുക? ശരി, വാല് മുറിച്ചു മാറ്റിയാലേ മാറില്ലെങ്കിൽ വാല് മുറിച്ചു മാറ്റാം. അങ്ങനെ കുരങ്ങൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ വൈദ്യൻ കുരങ്ങിൻ്റെ വാല് മുറിച്ചു മാറ്റി. പക്ഷെ വാല് മുറിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ കുരങ്ങിൻ്റെ സ്വഭാവം മാറി. കുരങ്ങ് പറഞ്ഞു, എനിക്ക് ഇപ്പം എൻ്റെ വാല് തിരിച്ചു വേണം, അല്ലെങ്കിൽ ആ വാല് മുറിച്ചു മാറ്റിയ കത്തി എനിക്ക് തരണം എന്ന്. വൈദ്യനിനി മുറിച്ചു മാറ്റിയ വാല് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ വൈദ്യൻ എന്ത് ചെയ്തു? വേറെ ഒരു വഴിയുമില്ല, കത്തി കുരങ്ങിന് കൊടുത്തു. അപ്പോൾ കത്തി കിട്ടിയ സന്തോഷത്തിൽ കുരങ്ങൻ ഇങ്ങനെ തുള്ളിച്ചാടി പോവായിരുന്നു. അപ്പോൾ ദൂരെ കുറേ കുട്ടികൾ ഒരു പ്ലാവിൽ നോക്കിയിട്ട് എങ്ങനെ ചക്ക വീഴ്ത്തും എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ടായി. അതിലാകെ ഒരു ചക്കയേ ഉള്ളൂ, നല്ല പഴുത്ത ചക്ക. അപ്പോൾ കുരങ്ങൻ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, ഞാൻ കത്തി വെച്ചിട്ട് ആ ചക്ക ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ വിചാരിച്ചു, നമുക്ക് എറിഞ്ഞ് വീഴ്ത്തണ്ടല്ലോ, കുരങ്ങ മുറിച്ച് തരുമല്ലോ ചക്ക കത്തി കൊണ്ട്. കുരങ്ങൻ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷമായി. കുട്ടികൾ പറഞ്ഞു, ശരി, എന്നാൽ ആ കത്തി കൊണ്ടൊന്ന് ചക്ക വീഴ്ത്തി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടതും കുരങ്ങൻ എന്ത് ചെയ്തു? കത്തി പ്ലാവിൻ്റെ മേലോട്ട് എറിഞ്ഞപ്പോൾ ചക്ക വീണു. പക്ഷെ കത്തി എന്ത് പറ്റിയെന്നറിയോ? കത്തി ആ പ്ലാവിൻ്റെ മേലെ നിന്നു, പ്ലാവിൽ കത്തി തറച്ച് നിന്നു. അപ്പോൾ കുട്ടികൾക്ക് പക്ഷെ ചക്ക കിട്ടിയല്ലോ. കുട്ടികളെ ചക്ക എടുത്ത് നല്ല സന്തോഷത്തോടെ കൊതിയോടെ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും കുരങ്ങൻ വന്ന് പറഞ്ഞു, എനിക്കിപ്പം എൻ്റെ കത്തി തിരിച്ചു തരണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചക്ക ഞാൻ എടുക്കുന്നു. കുട്ടികൾക്ക് മരത്തിൻ്റെ മേലെ കയറി കത്തി എടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഒരു വഴിയുമില്ല കുട്ടികൾക്ക്. കുട്ടികൾ പറഞ്ഞു, ശരി, എന്നാൽ ഈ ചക്ക എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇപ്പം കത്തി തരാൻ പറ്റില്ലല്ലോ. അത് കേട്ടത് സന്തോഷമായിട്ട് കുരങ്ങൻ ചക്കയൊക്കെ എടുത്ത് സന്തോഷത്തോടെ കുട്ടികളെ പറ്റിച്ചല്ലോ എന്നോർത്ത് പോവായിരുന്നു. അങ്ങനെ കുരങ്ങൻ പോകുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു പെൺകുട്ടി മുറ്റടിക്കുന്നുണ്ടായി. പക്ഷേ ആ പെൺകുട്ടീനെ കണ്ടപ്പോൾ കുരങ്ങന് മനസ്സിലായി, ഭയങ്കര ക്ഷീണിച്ച് വിശന്നിട്ടാണ് ഇരിക്കുന്നതെന്ന്. കുരങ്ങൻ എന്ത് ചെയ്തെന്നറിയോ? ആ ചക്ക കൊണ്ടുപോയി പെൺകുട്ടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര വിശന്നിരിക്കുക എന്നുള്ളത്, നീ ഈ ചക്ക മുഴുവൻ കഴിച്ചോ എന്ന് പറയും. അത് കേട്ട് പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടി ആ ചക്ക മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴത്തെയും പോലെ നമ്മുടെ കുരങ്ങൻ്റെ സ്വഭാവം മാറി. കുരങ്ങൻ പറഞ്ഞു, എനിക്കിപ്പോൾ നീ കഴിച്ച ചക്ക എല്ലാം തിരിച്ചു തരണം, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരണം എന്ന്. പെൺകുട്ടിക്ക് കഴിച്ച ചക്ക തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വേറെ ഒരു വഴിയുമില്ല. പെൺകുട്ടി കുരങ്ങൻ്റെ കൂടെ പോയി. അങ്ങനെ കുരങ്ങൻ വീണ്ടും ഒരാളെ പറ്റിച്ച സന്തോഷത്തിൽ ഇങ്ങനെ പോവായിരുന്നേ. നോക്കുമ്പോൾ ഒരാളവിടെ എണ്ണ ആട്ടുന്നുണ്ടായി. ഇപ്പോഴല്ലേ മിഷ്യനൊക്കെ വന്നേ. പണ്ട് ചക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, ആ ചക്കിലായിരുന്നു എണ്ണ ആട്ടുക. അപ്പോൾ ആ എണ്ണ ആട്ടുന്ന ആളിങ്ങനെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്യായിരുന്നു. അത് കണ്ടപ്പോൾ കുരങ്ങൻ പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ പെൺകുട്ടീനെ തരാം, അപ്പോൾ ഇവളും കൂടെ നിങ്ങളെ എണ്ണയാട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന്. അത് കേട്ടപ്പോൾ ആ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആൾ കുരങ്ങനോട് ഒരുപാട് നന്ദി പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടിയും ആളും കൂടെ മുഴുവൻ എണ്ണയും ആട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുരങ്ങിൻ്റെ സ്വഭാവം മാറി. കുരങ്ങ് പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നതല്ല, എനിക്കിപ്പം നിങ്ങൾ ആട്ടിയ എണ്ണ മുഴുവൻ തരണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി പെൺകുട്ടീനെയും കൊണ്ട് ഹെൽപ്പ് എടുത്ത് എണ്ണ ഫുൾ ഉണ്ടാക്കിയതല്ലേ. അത് കേട്ട് ആള് ശരിയെന്നോർത്ത് കുരങ്ങിന് എണ്ണ കൊടുത്തു. അങ്ങനെ അടുത്ത ആളെയും പറ്റിച്ച സന്തോഷത്തിൽ കുരങ്ങിങ്ങനെ പോവായിരുന്നു. അപ്പോൾ അവിടെ ഒരു അമ്മൂമ്മ ഇരുന്ന് ദോശ ചുടുന്നുണ്ടായേ. ആ അമ്മൂമ്മ ദോശ ചുടുമ്പോൾ നമ്മൾ ദോശയിൽ സാധാരണ എണ്ണയോ ഗീയോ ഒക്കെ തേക്കുമല്ലോ. അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ഒന്നുമില്ല. അമ്മൂമ്മ ഇങ്ങനെ പ്ലെയിൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുരങ്ങ് ചെന്നിട്ട് പറഞ്ഞു, അമ്മൂമ്മ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയുണ്ട്, അമ്മൂമ്മ വേണമെങ്കിൽ ഈ എണ്ണ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിക്കോന്ന്.
അത് കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് തോന്നി, എണ്ണ ഒഴിച്ച് ദോശ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണല്ലോ, എന്നാൽ പിന്നെ ആ എണ്ണ ഒഴിച്ചിട്ടുള്ള ദോശ കഴിക്കാമെന്ന് ഓർത്ത് അമ്മൂമ്മ കുരങ്ങൻ്റെ നിന്ന് എണ്ണ മേടിച്ച് ദോശയിലെല്ലാം എണ്ണയൊക്കെ പുരട്ടി നല്ല ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ കുരങ്ങൻ പറഞ്ഞു, എൻ്റെ എണ്ണ മുഴുവൻ തീർന്നു, എനിക്കിപ്പോൾ എണ്ണ തിരിച്ചു കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ അമ്മൂമ്മ ഉണ്ടാക്കിയ എല്ലാ ദോശയും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എണ്ണ ദോശയിൽ ഓൾറെഡി പുരട്ടിയിട്ടല്ലേ ദോശ ഉണ്ടാക്കിയേ, ഇനിയിപ്പോൾ എണ്ണ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അമ്മൂ പറഞ്ഞു, ശരി എന്നാൽ നീ ദോശ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കുരങ്ങനെ അമ്മൂമ്മനെയും പറ്റിച്ച് ദോശയും കൊണ്ട് പോവായിരുന്നു. പോകുന്ന സമയത്ത് അവിടെ ഒരു ചെണ്ടക്കാരൻ നിന്ന് ചെണ്ട കൊട്ടി ക്ഷീണിക്കുന്നുണ്ടായേ. അപ്പോൾ കുരങ്ങൻ എന്ത് ചെയ്തു എന്നറിയോ? ചെണ്ടക്കാരൻ എൻ്റെ അടുത്ത് കുറച്ച് ദോശ ഉണ്ട്, ദോശ വേണമെങ്കിൽ കഴിച്ചോ, ക്ഷീണിച്ച് നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ട് ചെണ്ടക്കാരന് സന്തോഷമായി. ചെണ്ടക്കാരൻ പറഞ്ഞു, ഒരുപാട് നന്ദി, ഞാൻ ഭയങ്കര വിശന്നിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കുരങ്ങിൻ്റെ നിന്ന് ദോശ മുഴുവൻ വാങ്ങിച്ച് കഴിച്ചതും എപ്പോഴത്തെയും പോലെ തന്നെ കുരങ്ങൻ പറഞ്ഞു, എനിക്കിപ്പം എൻ്റെ ദോശ തിരിച്ചു തരണം, അല്ലെങ്കിൽ ചെണ്ട തരണം എന്ന്. ചെണ്ടക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? കഴിച്ച ദോശ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ചെണ്ടക്കാരൻ ചെണ്ട കൊടുത്തു കുരങ്ങിന്. അങ്ങനെ കുരങ്ങൻ കുറേ പേരെ പറ്റിച്ച സന്തോഷത്തിൽ ചെണ്ട കൊട്ടി പാടി നാട് മുഴുവൻ നടന്നു. ഡും 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 വാല് പോയി കത്തി കിട്ടി, ഡും 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 കത്തിപ്പോയി ചക്ക കിട്ടി, ഡും 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 ചക്ക പോയി പെണ്ണിനെ കിട്ടി, ഡും 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 പെണ്ണ് പോയി എണ്ണ കിട്ടി, ഡും 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 എണ്ണ പോയി ദോശ കിട്ടി, ഡും 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 ദോശ പോയി ചെണ്ട കിട്ടി, ഡും ഡും ഡും. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഇനി നല്ലൊരു കഥയായിട്ട് പിന്നെ വരാം.